Oh, hello, our audience. Welcome back. Today we will give you new topic with the new language. Dr. Jackson, our guest, he will explain the products and the vitamins in Kera language. Good morning, Dr. Jackson. How are you? Fine. I hope everything is good. Yeah, everything is good. Yeah. Today we will talk about vitamin C. Yes. Okay. As you know, we need to improve our immune system. We need to make our skin more healthy, and this is with help of the vitamin C. Dr. Jackson will explain all these things in Kera language. Okay, thank you. Let's start, Dr. Jackson. Vitamin C. Vitamins. Then ഇതിനെ വൈറ്റമിൻ സി ഇതിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് വാട്ടർ സൊല്യൂബിൾ ആൻഡ് ഫാറ്റ് സൊല്യൂബിൾ. And then it's fat soluble is vitamin A, E, D, K തിരിക്കുന്നു. അതിനെ വാട്ടർ സൊല്യൂബിൾ സി ആൻഡ് ബി കോംപ്ലക്സ് വൈറ്റമിൻസ് എന്ന് പറയുന്നു. നമ്മൾ ഇതിൽ നമ്മളിപ്പം പറയാൻ പോകുന്നത് വൈറ്റമിൻ സി ഒരു വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻ ആണ്. അത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകമാണ് വൈറ്റമിൻ സി. അത് വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ആവശ്യം വരും. എന്ന് വെച്ചാൽ അത് ഹീലിങ്ങിന് ഉപയോഗിക്കുന്നു, ആന്റി ഓക്സിഡന്റിന് ഉപയോഗിക്കുന്നു, പിന്നെ അത് മുറിവൊക്കെ ഉണങ്ങാൻ ഉപയോഗിക്കുന്നു, പിന്നെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് ഉപയോഗിക്കുന്നു, നമ്മുടെ മസിൽസ്, ബോൺസ്, അങ്ങനെ പലതിനും അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു വൈറ്റമിൻസിലുള്ളതാണ് വൈറ്റമിൻ സി. ഇത് നമ്മളെന്നും ഡെയിലി ഫുഡുകളിൽ ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ ഫുഡിൽ നിന്ന് ലഭിക്കുന്നു. അല്ലാതെ തന്നെ നമ്മൾ അത് ടാബ്ലറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇത് വൈറ്റമിൻ സി എല്ലാ ദിനവുമായിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് വൈറ്റമിൻ സി. Okay, I think vitamin C we can also find it in the natural source. You are not take it only as a supplement. There is a natural source of vitamin C, right? Yeah. Can you explain this to us? നമ്മൾ പൊതുവായി ഉപയോഗിക്കുന്ന വൈറ്റമിൻസിൽ ഒന്നാണ് വൈറ്റമിൻ സി. അതിപ്പോ ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നും ലഭിക്കുന്നു. എന്ന് വെച്ചാൽ സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഓറഞ്ച്, ലെമൺ, ഗ്രേപ്സ് ഫ്രൂട്ട്, ഇതെല്ലാം നമ്മൾ ജ്യൂസായും നമ്മൾ എന്നും കഴിക്കാറുള്ള ഒന്ന് തന്നെയാണ്, ഒരു ഘടകമാണ്. പിന്നെ നെക്സ്റ്റ് ബെൽ പെപ്പർ, സ്ട്രോബെറീസ്, കിവി ഫ്രൂട്ട്സ്, ടൊമാറ്റോസ്, ബ്രോങ്കോളീസ് ലീവ്സ്, വെജിറ്റബിളിൽ തന്നെ കോളിഫ്ലവർ, ക്യാബേജ്, ഇതെല്ലാം നമ്മൾ സലാഡായിട്ട് ഉപയോഗിക്കുന്നു, പിന്നെ ജ്യൂസായിട്ട് ഉപയോഗിക്കുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് വൈറ്റമിൻ സിന്റെ ഘടകം നമുക്ക് ലഭിക്കുന്നതാണ്. Oh, good. Also, we need to explain the dose because in this dose, I think it is different from children to adults to women, men, something like that. So we need to explain the dose of these vitamins for everyone. ഇത് പല ഏജുകളിലായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഏജ് എന്ന് പറയുമ്പം 0 to 6 months. ഇതിനെ നമ്മൾ 0 to 6 months നമ്മൾ 40 mg ഫീമെയിൽസിലും 40 mg നൽകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 7 to 12 months അതിനെ പിന്നെ 50 mg ഫീമെയിൽസിൽ നൽകുന്നു. പിന്നെ 1 to 3 years 1 മുതൽ 3 വയസ്സ് വരെ 15 mg ആയിട്ട് നൽകുന്നു. പിന്നെ 4 to 8 വയസ്സ് വരെ 25 mg നൽകുന്നു. പിന്നെ 9 to 13 വർഷമാകുമ്പോൾ വയസ്സിൽ 45 mg കൊടുക്കുന്നു. പിന്നെ 14 to 18 വയസ്സ് 75 mg, ഫീമെയിൽസിന് 65 mg. പിന്നെ 19 years കഴിഞ്ഞിട്ട് പിന്നെ 90 mg, 75, ബാക്കിയുള്ള എല്ലാം 90 mg, 75 mg ആയിട്ട് അത് വെക്കുന്നു. പിന്നെ പ്രഗ്നൻസി ആകുമ്പോൾ നമ്മൾ 80 mg to 105 mg ആയിട്ട് നൽകപ്പെടുന്നു. പിന്നെ സ്മോക്കേഴ്സിന് എന്ന് വെച്ചാൽ സിഗരറ്റ് ഒക്കെ വലിക്കുന്നവർക്ക് അത് 35 mg ആയിട്ട് അവരെടുക്കുന്നു. അതെന്ന് വെച്ചാൽ ആ സമയത്ത് വൈറ്റമിൻ സി കുറവായിരിക്കും നമ്മുടെ ശരീരത്തിൽ, അതുകൊണ്ട് അത് അവർ വൈറ്റമിൻ സി അത് എടുക്കാൻ.
Okay, so once it is a vitamin, that means there is a sign of the deficiency, or there is like symptoms appear when this vitamins is become decreased in your body, right? Yes. So what is this science? ഈ നമ്മുടെ വൈറ്റമിൻ സി കുറയുമ്പോഴുള്ള ഡെഫിഷ്യൻസീസ് ഒരു അസുഖമാണ് സ്കർവേ. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ പല്ലിൽ നിന്ന് ബ്ലീഡിങ് വരുന്നു. പിന്നെ നമുക്ക് ടീത്ത് നമുക്ക് പല്ല് നഷ്ടപ്പെടുന്നു. പിന്നെ നമ്മുടെ ഹെയർ ലോസ് ആവുന്നു. പിന്നെ നമ്മൾ മുറിവൊക്കെ ഉണങ്ങാൻ താമസിക്കുന്നു, ക്ഷീണം ഉണ്ടാവുന്നു. അങ്ങനെ ഇങ്ങനത്തെ അസുഖങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ വരുമ്പോൾ നമ്മൾ തന്നെത്താൻ മനസ്സിലാക്കണം നമുക്ക് വൈറ്റമിൻ സിയുടെ കുറവാണെന്നും അത് എടുക്കാൻ അപ്പോഴത്തേക്ക് നമ്മൾ തയ്യാറാവുകയും വേണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. Okay, oh, that's good. Okay, after we talk about the dose, the sign of the deficiency, now we need to talk about the general benefits of the vitamin C, or what we need it for, and how can we get the benefit of these vitamins. നമുക്ക് ക്രോണിക് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടാകുന്നു, പിന്നെ നമുക്ക് കണ്ണിനുള്ള അസുഖം ഉണ്ടാകുന്നു, പിന്നെ ശരിക്കും കോമൺ കോൾഡും ഒക്കെ വരുമ്പോൾ നമ്മുടെ അസുഖത്തിൽ നിന്ന് ഒരു പ്രിക്കോഷൻ നൽകാൻ വേണ്ടി വൈറ്റമിൻ സി നമ്മൾ എടുക്കേണ്ട ആവശ്യമാണ്. പിന്നെ ഗൗട്ട്, അത് യൂറിക് ആസിഡിന്റെ മൂലം ഉണ്ടാകുന്ന അസുഖമാണ്. അപ്പോൾ നമ്മൾ ഗുളികയുടെ കൂടെ വൈറ്റമിൻ സി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അത് അസുഖം നിന്ന് വഴിക്കും. പിന്നെ നമുക്ക് അയൺ ഡെഫിഷ്യൻസിയുടെ ഒരു കുറവ് ഇത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറെ അത് നമ്മെ സഹായിക്കുന്നു. പിന്നെ മെമ്മറി, നമ്മുടെ ചിന്തകളൊക്കെ കൂട്ടുവാനും എടുക്കുവാനും വൈറ്റമിൻ സി ശരിക്കും അത്യാവശ്യമാണ്. Oh, that is a good benefits. So we need the final conclusion about vitamin C as general. What you will say to our audience? വൈറ്റമിൻ സി ഞാൻ പറഞ്ഞതുപോലെ തന്നെ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ആണ്. നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പുറത്തുനിന്ന് തന്നെ അത് എടുക്കുകയും വൈറ്റമിൻ സി ഉള്ള ആഹാരങ്ങൾ കഴിക്കുകയും വേണം. എന്നാലേ നമുക്കൊരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവുകയുള്ളൂ. അസുഖങ്ങളിൽ നിന്നൊരു വിടുതൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കോൾഡ്, അതിൻ്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ ഉണ്ടാവണമെങ്കിൽ വൈറ്റമിൻ സി എടുക്കേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ അതെന്ന് പറയുന്നത് നമ്മളെ ഹാർട്ട് ഡിസീസ്, ഡയബറ്റിക്സ്, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വൈറ്റമിൻ സി എടുക്കണം. പിന്നെ നമ്മൾ വൈറ്റമിൻ സി ഉള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ ആഹാരങ്ങൾ കഴിക്കുകയും ആരോഗ്യം നിലനിർത്തുകയും വേണം. നല്ലൊരു ആരോഗ്യത്തിനായി, നല്ലൊരു ഇതിനായിട്ട് നമുക്ക് വൈറ്റമിൻ സി എടുക്കുകയും നല്ല ആരോഗ്യം നിലനിർത്തുകയും ചെയ്യാം. Oh, thank you, Dr. Jackson, for this new information and new language. I hope all of you get the full information about the vitamin C and the importance of these vitamins and where we can find it at the natural source. Thank you again, Dr. Jackson. We hope to meet you again and have a nice day. വൈറ്റമിൻസിന്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത വൈറ്റമിൻസും അതിൻ്റെ ഉപയോഗങ്ങളും സവിശേഷതകളും എല്ലാം ഇതിലൂടെ ലഭ്യമാണ്, ഈ വീഡിയോയിലൂടെയും. ഇനി അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത്. അതും നിങ്ങൾക്ക് നല്ലൊരു കൂടുതൽ വിജ്ഞാനം കൂടുതൽ എടുക്കാനും സാധിക്കുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും. നിങ്ങളത് കാണാൻ മറക്കരുത്. അത് നിങ്ങളുടെ വൈറ്റമിൻസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും അതിലൂടെ നിങ്ങൾക്ക് ആ വൈറ്റമിൻസ് എങ്ങനെ എടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അതിനായി വീഡിയോ കാണുകയും എടുക്കുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു.